Upcoming is the highlight of today's event. ഇന്ന് നമ്മൾ ഏറെ കാത്തിരുന്ന ഒരു പ്രോഗ്രാമാണ് ഇനി വരാൻ പോകുന്നത്. അനുകരണ കല കാലഹരണപ്പെട്ടോ എന്ന് ചിന്തിച്ചിരുന്ന നേരം ഏറെ പുതുമകളോടെ കലയെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന മിമിക്രിയുടെ തമ്പുരാൻ, അനുകരണ കലയുടെ തമ്പുരാൻ ശ്രീ മഹേഷ് കുഞ്ഞുമോൻ. ജീവിതം തനിക്കെതിരെ തിരിഞ്ഞപ്പോഴും ഞാൻ തിരിച്ചു വരും എന്നുറക്കെ പറഞ്ഞുകൊണ്ട് ജനഹൃദയങ്ങളെ കീഴടക്കാനെത്തിയ മിമിക്രിയുടെ തമ്പുരാൻ ശ്രീ മഹേഷ് കുഞ്ഞുമോനെ സാദരം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്നതാണ് നിങ്ങളെല്ലാവരുടെയും എനർജി. ഒന്നും പറയാനില്ല. കാരണം ഇത്രയും കലാകാരന്മാരുള്ള ഒരു ഇതാണ് ഡെൻ കെയർ എന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഒരുപാട് സന്തോഷം തോന്നി. എല്ലാവരുടെയും പ്രകടനങ്ങൾ എൻ്റെ മുന്നിൽ നിന്ന് കാണാൻ എനിക്കൊരു അവസരം ഉണ്ടായി. അതിന് ഒരുപാട് സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. പിന്നെ എന്താ പറയുക, ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. പല സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസുകളുടെയൊക്കെ ശബ്ദമാണ് മെയിനായിട്ട് ഞാൻ കൂടുതലായിട്ട് അനുകരിക്കാറുള്ളത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒഴുക്കിനിടയിൽ പെട്ടെന്ന് പറ്റിയൊരു തിരിച്ചടി പോലെയായിരുന്നു എനിക്ക് ഒരു ആക്സിഡൻറ്റ് എന്ന് പറയുന്നത്. കാരണം ഒരു മിമിക്രി കലാകാരനെ ഒരിക്കലും ആഗ്രഹിക്കാത്ത, എനിക്ക് ഏറ്റവും കൂടുതൽ ബാധിച്ചത് എൻ്റെ ഫേസിലാണ്. ഫേസിൽ ഏകദേശം ഒരു 4 സർജറി ഏകദേശം ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മറന്നുകൊണ്ട് ഇപ്പോഴും എനിക്ക് ഈ വേദിയിൽ വന്ന് നിൽക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിലെൻ്റെ പ്രേക്ഷകരുടെ സ്നേഹവും പ്രാർത്ഥനയും ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതിനെല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്കിനി മിമിക്രി കാര്യങ്ങളിലേക്ക് കിടക്കാം അല്ലേ? എല്ലാവരും എനർജറ്റിക് ആയിട്ട് നല്ലൊരു കേടി തന്നേ. അപ്പോൾ നമ്മളെല്ലാവരും ന്യൂസ് വായിക്കാറുണ്ടല്ലേ? ന്യൂസ് വായിക്കാറുണ്ട്, കാണാറുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ന്യൂസ് ചാനൽ തുറക്കാതെ നമുക്ക് ഒരു ദിവസത്തെ തുടക്കം ആരംഭിക്കാൻ സാധിക്കില്ല. ഞാൻ പ്രധാനമായിട്ടും പല ന്യൂസ് ചാനൽസ് നമുക്കുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, മനോരമ ന്യൂസ്, മാതൃഭൂമി, ഒപ്പം 24 അങ്ങനെയുള്ള കുറേ ചാനൽസ് ഉണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യാറ് 24 ന്യൂസിലെ നമ്മുടെ മോർണിംഗ് ഷോ അവതരിപ്പിക്കുന്ന ശ്രീകണ്ഠൻ സാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അദ്ദേഹത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെക്കാൾ എനർജിയാണ്. കാരണം അദ്ദേഹത്തിനോട് നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ എനർജി എങ്ങനെയാണെന്ന്. അദ്ദേഹത്തിൻ്റെ ഒരു മോർണിംഗ് ഷോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറിനെ വളരെ സന്തോഷത്തോടു കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു മോർണിംഗ് ഷോ. നമസ്കാരം. രാവിലെ 7 മണി കഴിഞ്ഞിട്ട് 30 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് വാർത്തകളുണ്ട് നമുക്ക് സംസാരിക്കാനായിട്ട്. ഒരുപാട് വാർത്തകൾ. ഇന്ന് നല്ല തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ തണുപ്പൊക്കെ മാറ്റിവെച്ച് ഞാൻ ഈ ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിലൊരൊറ്റ കാരണമുള്ളൂ. നമ്മുടെ ഡെൻ കെയർ ഡേ ആണ് ഇന്ന് നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത്. അപ്പോൾ ഡെൻ കെയറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നമ്മുടെ സ്വന്തം ലേഖകനായിട്ടുള്ള എല്ലാവരും നമുക്ക് തരുന്നതായിരിക്കും. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിവുണ്ട്. ഹലോ പിണറായി വിജയൻ കേൾക്കുന്നുണ്ടോ? ഹലോ പിണറായി വിജയൻ കേൾക്കുന്നുണ്ടോ? അല്ല, എൻ്റെ ചെവിടൊന്നും അടിച്ചു പോയിട്ടില്ലേ? കേൾക്കാം. അല്ല പിണറായി വിജയൻ, ഞങ്ങൾ ഒരു പരിപാടി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഡെൻ കെയർ ഡേ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പല്ല് നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മുടെ ആഹാരം കഴിക്കണമെങ്കിൽ നല്ല ഉറപ്പുള്ള, നല്ല ആരോഗ്യമുള്ള പല്ലുകൾ വേണം. എങ്ങനെയാണ് പിണറായി വിജയൻ ഇത്രയും നല്ല പല്ലുകൾ സൂക്ഷിക്കുന്നത്? ഞാനെൻ്റെ പല്ലുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളെന്തിനാ ചിരിക്കുന്നത്? ഞാൻ എൻ്റെ കാര്യമല്ലേ സംസാരിക്കുന്നത്. നിങ്ങൾ വിളിച്ചിട്ടല്ലേ ഞാൻ ഈ വേദിയിൽ വന്നത്. അപ്പോൾ ഞാനൊരു കാര്യം സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിച്ച് നിങ്ങൾ സ്കോർ ചെയ്യരുത്. അത് സ്കോർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. മനസ്സിലായില്ല? അല്ല, ഇപ്പോൾ പല്ലിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് എന്താണെന്നറിയില്ല, രാവിലെ മുതൽ നല്ല പല്ലുവേദനയുണ്ട്. ഈ ഭാഗത്ത് കടിക്കാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ലേ. ഇവിടെ വല്ല ചികിത്സയുണ്ടോ? ഉണ്ടോ? ഞാനായതുകൊണ്ടായി ആരും കൈയടിക്കാത്തതല്ലേ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ വലിയ ചൂടനൊന്നുമല്ല. എനിക്ക്
ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. പക്ഷേ ഈ ഡെൻ കെയർ ഡെയിലി വന്നപ്പോൾ എനിക്ക് കിട്ടിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ കൂടെ എപ്പോഴുമുള്ള, ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തായി കരുതുന്ന ശ്രീ മോദിജി എൻ്റെ കൂടെയുണ്ട്. मेरे प्यारे देशवासियों, डन केरो बहुत बढ़िया कह रहे हैं. पल्लिने നല്ല പല്ലുകൾക്കായി സമീപിക്കൂ ഡെൻ കെയർ. അല്ല മോദി, നിങ്ങൾ ഡെൻ കെയറിൻ്റെ പരസ്യത്തിലാണോ വന്നത്? ഞാൻ വിളിച്ചിട്ടല്ലേ നിങ്ങൾ വന്നത്? मेरे പിണറായി ഒരുപാട് ബ്ലോക്ക് പിണറായി എങ്ങനെ വരും? ലേറ്റായി പോയി. ഒരു സ്ഥലത്ത് ഒരു സമയത്ത് വരണമെന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് എത്തണം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആരാന്ന് മനസ്സിലായോ ചേട്ടന്മാരെ? ഞാൻ ആരാണ്? ചേച്ചിമാർക്ക് പലർക്കും മനസ്സിലാക്കണം. എന്നെ കണ്ടതാണ് ചേച്ചി ചുമ്മാ ഇങ്ങനെ നടന്നു പോവാണ്. ഹലോ ചേച്ചിയെ, ഹലോ, ഞാനാരാന്ന് മനസ്സിലായ? ഞാനാരാന്ന്? പല രീതിയിലുള്ള പരിപാടികളിൽ നമ്മൾ പങ്കെടുക്കുന്നത്. ഇത്രയും നല്ല ഒരു ജനപങ്കാളിത്തം ഞാൻ എവിടെയും കണ്ടിട്ടില്ല എൻ്റെ പൊന്നു മക്കളെ. അല്ല, നമുക്ക് എല്ലാവർക്കും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അത് നമ്മുടെ ഈ സംഘാടകരുടെ എടുത്തു പറയേണ്ട കാര്യം. ഡെൻ കെയറിന് നല്ലൊരു ഗൈഡ് കൊടുക്കുക. മാത്രമല്ല, കാരണം എല്ലാവരും നല്ല സുന്ദരികളും സുന്ദരന്മാരായിട്ടല്ല ഇരിക്കണം. എൻ്റെ ചേച്ചി, എൻ്റെ പൊന്നു ചേച്ചിയെ, രാവിലെ തോന്നി എനിക്ക് ഒരു പച്ച വെള്ളം തന്നിട്ടില്ല. ഇവിടെ ആരാണ് കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല? കത്തിച്ചൊക്കെ പോയോ? ഞാൻ വിചാരിച്ചത് ഭൂകമ്പമാണ്, ഇത് തീ പിടിക്കരുത്, എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്തു വരാമെന്ന് പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചു. പക്ഷെ അതിനൊന്നും ഒരു മറുപടി കിട്ടിയില്ല. അപ്പോൾ വിനായൻ ചേട്ടൻ എന്നോട് പറയുണ്ടായി, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഞാൻ വിനായകനാണ്. വളരെ സന്തോഷമുണ്ട് ഡെൻ കെയറിൻ്റെ ഈ പരിപാടിയിൽ വരാൻ കഴിഞ്ഞാൽ. ഒരുപാട് സന്തോഷം. എന്താ ചേച്ചി ഇങ്ങനെ ഇരിക്കണം? ചേച്ചിക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരല്ലേ? ഇൻസ്റ്റാഗ്രാമിലെ പാട്ടുകൾ, നമ്മുടെ റീൽസൊക്കെ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരാളുണ്ട്, നമ്മുടെ പാലാ സജി. പാലാ സജീനെ അറിയാവുന്നവരൊന്ന് കൈയടിക്ക്. പാലാ സജിയുടെ ഫോട്ടോ വേണ്ടി ഞാൻ പുറകിൽ കൊടുക്കാം. പാലാ സജിയുടെ ഫോട്ടോ തെളിഞ്ഞു. ഇതാണ് നമ്മുടെ പാലാ സജി. പാലാ സജി ചേട്ടനെ ഇങ്ങോട്ട് വിളിച്ചോട്ടെ. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പാലാ സജി. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഡെൻ കെയറിലെ 2500ഓളം പേര് എന്നോട് പറഞ്ഞിരുന്നു, പെരിയോനെ ഉടയോനെ എന്ന പാട്ട് പാടണമെന്ന. വലിയ പാടുള്ള പാട്ടാണ്, തെറ്റും ദേഷ്മിക്കുക. പെരിയോനെ എന്നുടയോനെ, പെരിയോനെ റഹീം, പെരിയോനെ എന്നുടയോനെ, പെരിയോനെ റഹീം. താങ്ക് യു. ഇപ്പോൾ പറഞ്ഞ പോലെ, നമ്മുടെ പാലാ സജീനെ പറഞ്ഞ പോലെ, ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്താൽ സിനിമാ താരങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ കയ്യടിയും ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് കുറച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ്. അതിൽ ഒരാളാണെന്ന് പറയുന്നത് നമ്മുടെ വനിതാ തിയേറ്ററിൽ, നമ്മുടെ എറണാകുളത്തുള്ള എടപ്പള്ളിയിലുള്ള വനിതാ തിയേറ്ററിൽ പോയാൽ നമുക്ക് ഒരാളെ കാണാം. ആരാണ്? നമ്മുടെ അലിൻ ജോസ് പെരേര. റിവ്യൂ എന്ന പരിപാടി എപ്പോൾ തുടങ്ങി ഇവരൊക്കെ വൈറലാവാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ അലിൻ ജോസ് പെരേര ഇവിടെ വരുവാണെങ്കിൽ ഡെൻ കെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? നല്ല ഡെൻ കെയറാണ്, അടിപൊളി ഡെൻ കെയർ, അടിപൊളി ഡെൻ കെയറാണ്, എല്ലാവരും പോയി പല്ല് നോക്കൂ. ഈ രീതിയിൽ നമ്മുടെ അലിൻ ജോസ് പെരേരെ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, നമ്മുടെ ഇതിൽ ആദ്യം തുടക്കം കുറിച്ച, റിവ്യൂവിന് തുടക്കം കുറിച്ച വേറൊരാളുണ്ട്, ആറാട്ടണ്ണൻ എന്ന് പറയുന്നത്. ആറാട്ടണ്ണൻ്റെ ശബ്ദം എങ്ങനെയാണ്? കോമഡി ഉണ്ട്, മ്യൂസിക് ഉണ്ട്, മാസ് ഉണ്ട്, എല്ലാം. ഞാനാണ് ആദ്യം റിവ്യൂവിൽ എസ്റ്റാബ്ലിഷ് ആളായ ഞാനാണ്. ആദ്യം എസ്റ്റാബ്ലിഷ് ഞാനാണ്. ആർക്കും എന്നെ വേണ്ട. എനിക്ക് നിത്യമന കൃഷി ഉണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം ഉണ്ട്. നന്ദി, നമസ്കാരം. താങ്ക് യു. ഈ അടുത്ത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഏറ്റവും ഹിറ്റായ ഒരു സിനിമ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആട് ജീവിതമാണല്ലേ. ആട് ജീവിതം എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം കൊടുത്ത ശാരീരികവുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ബ്ലെസ്സി സാറിൻ്റെ 16 വർഷങ്ങൾ ആ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം കൊടുത്തിരുന്നു. ബ്ലെസ്സി സാറിൻ്റെ ശബ്ദം എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ബ്ലെസ്സി സാറിൻ്റെ ശബ്ദം അനുകരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ എന്താ പറയുക, സോഫ്റ്റായിട്ട് സംസാരിക്കണം. സോഫ്റ്റായി വളരെ ഇതായിട്ട് അദ്ദേഹം സ്ലോ ആയിട്ടാണ് സംസാരിക്കുന്നത്. ബ്ലെസ്സി സാറിൻ്റെ ശബ്ദം ഇങ്ങനെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു വലിയൊരു ജേർണിയാണല്ലോ, എല്ലാവർക്കും അറിയാം. ആടുജീവിതം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു വലിയൊരു ജേർണിയായിരുന്നു. മാത്രമല്ല, എല്ലാവർക്കും അതിലൂടെ ആ നജീബ് എന്ന ക്യാരക്ടറിനെ വെള്ളിത്തിരയിലെത്തിക്കുക എന്ന് പറയുന്നത് എൻ്റെ
ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ബ്ലെസ്സി സാറിൻ്റെ ശബ്ദം ഇങ്ങനെയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താരം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നെ കാണുമ്പോൾ തന്നെ എല്ലാവരും പറയുന്ന ഒരു ആളെന്ന് പറയുന്നത് വിനീത് ശ്രീനിവാസനാണ്. വിനീതേട്ടൻ്റെ ശബ്ദമാണ് ഞാൻ ആദ്യമായിട്ട് വേദികളിൽ അനുകരിച്ച് തുടങ്ങിയിട്ടുള്ളത്. വിനീതേട്ടൻ്റെ ശബ്ദമായിട്ട് പെട്ടെന്ന് മാറാൻ എനിക്ക് കഴിയും, അതിന് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ഞാൻ സംസാരിക്കുമ്പോൾ പോലും ചെറിയ വിനീതേട്ടൻ ഇടയ്ക്ക് കയറി വരാറുണ്ട്. ഇപ്പോൾ വിനീതേട്ടൻ വരുവാണെങ്കിൽ എല്ലാവർക്കും നമസ്കാരം. ഹായ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഡെൻകെയറിലുള്ള എല്ലാ ചേച്ചിമാരോടാണ് വലിയൊരു കൈയടി കൊടുക്കേണ്ടത്. കാരണം ഞാൻ ഈ പരിപാടി എല്ലാവരും ഞാൻ നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഓട്ടം തുള്ളുക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കോമഡി ഉണ്ടായിരുന്നു. മാത്രമല്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ അനിയൻ ഇവിടെ ഉണ്ട്. എൻ്റെ അനിയനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ധ്യാൻ ശ്രീനിവാസൻ അല്ലേ. ധ്യാൻ നമ്മുടെ ഇൻ്റർവ്യൂവിലെല്ലാം അങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ധ്യാന ഇങ്ങോട്ട് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ ഏട്ടൻ്റെ സക്സസ് മാത്രം കണ്ടുവന്നുള്ള ആളാണ്. അങ്ങനെ ഒരാളുടെ കരിയറിൽ ആദ്യത്തെ ഫ്ലോപ്പായി പോയി സിനിമ എന്ന് ഞാൻ പേടിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് കഥ അറിയേണ്ട, ഒന്നും ചെയ്യേണ്ട. എൻ്റെ ഏട്ടൻ്റെ സിനിമയാണ്, ഞാൻ ഏട്ടൻ്റെ സിനിമ നന്നായിട്ട് ചെയ്യും, അല്ല എങ്ങനെയെന്ന് ഞാൻ പറയില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ശബ്ദങ്ങൾ ഇനി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു പാട്ടാണ്. പാട്ടെന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ഏതാണ് ആ വാക്ക്? ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള വാക്ക് ഏതാ? അടിച്ച് കയറി വാ അല്ലേ? അപ്പോൾ നമുക്കൊരു പാട്ടായാലോ? പാട്ട് എൻ്റെ കൂടെ പാടുമോ നിങ്ങൾ? പാടണ്ട, ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക എല്ലാവരും. അപ്പോൾ ഈ പാട്ടിൽ ഒരുപാട് താരങ്ങൾ നമ്മുടെ കൂടെ പാടാൻ വേണ്ടി വരും. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് അത് എൻജോയ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പാട്ട് തുടങ്ങാം. ഭാസ്കര, എല്ലാരും അടിച്ച് കയറി വാ. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം എൻ്റെ ചെലവ്. എല്ലാരും അടിച്ച് കയറി വാ. മഞ്ഞ കെട്ടം പിഞ്ഞു കെട്ടും ബേസ് തർപ്പത്ത് അല്ല ബാക്കി വന്ന ചണ്ടി പോലെ ഇല്ല പറക്കത്ത്. ഓനെ മുന്നിൽപ്പെട്ട ഉണ്ട കൊടുങ്ങ പാഞ്ഞ ബക്കത്ത് വെറുതെ തൊള്ള ഇറക്ക ചള്ള പൊളിയും നിൽക്കാൻ മേപ്പെട്ട്. ബല്ല 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 ബല്ലാത്ത ജാതി ഓൻ ബല്ലാത്ത ജാതി ഇവിടില്ലാത്ത ജാതി ആരും കൊല്ലാത്ത വ്യാധി. ഓനെ കണ്ടാ പിന്നില്ല ഞാൻ ഗല്ലാപ്പില്ലായി പൊല്ലാപ്പില്ലായി മല്ല് കെട്ട് ഹല്ലാക്കില്ലായി ബല്ലേ മില്ലായി തന്നമില്ല ഉല്ലാത്തില്ലായി മുതാമില്ലായി. ബല ബല ബല്ലാത്ത ജാതി നമ്മള് ബല്ലാപ്പില്ലായി ബല്ലാത്ത ജാതി നമ്മള് ബല്ലാപ്പില്ലായി. വല്ലാത്ത ജാതി വല്ലാത്ത ജാതി വല്ലാത്ത ജാതി നമ്മള് ബല്ലാപ്പില്ലായി. വല്ലാത്ത ജാതി വിടില്ലാത്ത ജാതി അല്ലാക്കിലായി ഗുദാമിലായി തലമലായി. അന്ന കൈമ പിറ്റേ പിഞ്ഞെടുക്കും മിൽസ് സർപ്പത്ത് പിന്നെ ബാക്കി വന്ന ചണ്ടി പോലെ ഇല്ലാ വർഗത്ത്. ഉണെ മുന്നിൽപ്പെട്ട ഉണ്ട കുടുങ്ങും പാഞ്ഞം വെക്കട്ട് വെറുതെ തൊള്ള ഇറക്കിയ ചള്ളപ്പൊടിയ മേക്കം മേപ്പെട്ട്. വലിച്ചിട്ട് പതിമരുങ്ങത്ത് കിടക്കടച്ച് കുടുംബത്ത് മർമ്മത്തിനിട്ട് പണികൊട്ട് അലമ്പത്താൽ ഒരു പൊത്ത് മലപ്പുറം കത്തി മടക്കിച്ച് വെള്ളം വാങ്ങി അങ്ങ് തീത്തേക്ക് വെള്ളി പന്നി കൂടി കുടിച്ചേക്ക് തുടച്ചേക്ക് മുളിച്ചേക്ക്. വന്ന് 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 വാര് 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 മലബാറ് വന്ന് ചോറ് 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 ചോറ്. വല്ല 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 വല്ലാത്ത ജാതി ഓൻ വല്ലാത്ത ജാതി ഇവിടില്ലാത്ത ജാതി ആരും കൊല്ലാത്ത ജാതി. ഓനെ കണ്ടാ പിന്നില്ല ഞങ്ങല്ലാപ്പിലായി പൊല്ലാപ്പിലായി പല്ല കെട്ട് ഹല്ലാക്കിലേ വല്ലേ മിലായി കന്നമില്ല ഉല്ലാത്തലായി ഉദാമിലായി. വല്ല വല്ല വല്ലാത്ത ജാതി നമ്മൾ വല്ലാപ്പിലായി വല്ലാത്ത ജാതി നമ്മൾ പൊല്ലാപ്പിലായി. എടാ മോനെ, നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവന് കാലം കാത്തുവച്ച രക്ഷകനെ സംഹാരകന് ഞങ്ങൾ കണ്ണനായി വന്നവനെ. മയമേ മാറിപ്പോന്നി അണ്ണൻ വന്നാൽ കുമ്പിട്ട് നെല്ല് ഇരട്ടൽ സിറ്റി വാഴും രാജാവൊക്കെ എല്ലാരും ചൊല്ല്. ഇവനെ തൊഴുവാനായി ജനത്തിരക്ക് കാലം നടത്തു വെച്ചാൽ സ്വർഗം പോലും അണ്ടർ വേണ്ട. ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അണ്ണൻ തരിനാടൻ കൊലമല്ലോ മിനാറ്റി. ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അണ്ണൻ തനിനാടൻ കൊലമല്ലോ മീനാക്ഷി. എല്ലാ പഞ്ചായത്തുമാണ് കേരളത്തിലെ എല്ലാവർക്കും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം മുതലുള്ള എല്ലാവർക്കും
ഞാൻ സ്പോട്ടിഫൈ എല്ലാവരും സഹായത്തിനും ഉണ്ടാകും. എടാ മോനെ, പേന കത്തി കൊണ്ട് വിദ്യാരംഭം ഹരീസ് പോക്കിൻ കാഞ്ചി വലി ശീലം പണ്ടേ മാറാത്ത വ്യാധി നെഞ്ചിൽ കുപ്പി വെച്ചോ രംഗക്കലി തീരാത്ത ഭാഷ അണ്ണൻ മീശ വെച്ചോരാട്ട പുലി ഇടയാൻ വന്നൊരുക്കും നിന്നൊരുക്കും പണ്ടേ അബദ്ധ അട്ടച്ചോര കൊണ്ട് ചുണ്ടടിച്ച് സോഡ സർബത്ത് മുടിയിൽ മതയാന മെരുക്കിടം കരുത്ത് ഇവനെ പടത്ത് വെച്ച കടവുളുക്ക് 10ൽ 10. ഇല്ലുമിനാട്ടി ഇല്ലുമിനാറ്റി അണ്ണൻ തനി നാടൻ കുളമല്ലുമിനാട്ടി ഇല്ലുമിനാറ്റി ഇല്ലുമിനാട്ടി. അണ്ണൻ തനി നാടൻ കൊലമല്ലോ മിനാറ്റി. താങ്ക് യു. സ്പോട്ട് ഡബിങ് എന്ന ഒരു ഐറ്റമാണ്. അതിൽ നമ്മുടെ മലയാളത്തിലെ തമിഴിലെ സ്പോർട്സ് താരങ്ങളെല്ലാവരും ഉൾക്കൊള്ളിക്കൊണ്ടിട്ടുള്ള ഒരു 50 താരങ്ങൾ നിങ്ങളുടെ മുന്നിൽ സ്ക്രീനിൽ വരും. അവർക്കാർക്കും ശബ്ദമില്ല. അവർക്കൊക്കെ ഞാൻ ലൈവായിട്ട് നിങ്ങളുടെ മുന്നിൽ നിന്ന് ഡബ് ചെയ്യാൻ പോവുകയാണ്. 6 മിനിറ്റിൽ 50 പേർക്കുള്ള ഡബ്ബിങ് നമുക്കൊന്ന് കണ്ടാലോ? നിങ്ങൾക്കുള്ള ഇഷ്ടപ്പെട്ട എല്ലാ താരങ്ങളും വരും. അപ്പോൾ വരുമ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് കൈയടിച്ച് എന്നെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ നമുക്ക് ഒന്ന് സ്പോട്ട് ഡബ്ബിലേക്ക് കിടക്കാം. ഹായ് മച്ചാന്മാരെ, എല്ലാവർക്കും എംഫോട്ടേക്കിലേക്ക് സ്വാഗതം. അപ്പം മച്ചാന്മാരെ, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ മറക്കാൻ നിങ്ങൾ മനസ്സിനെ നിർബന്ധിച്ചു കൊണ്ടുവന്നാൽ വോട്ട് ചോദിച്ചു വരുന്ന സ്ഥാനാർത്ഥിയെ പോലെ അയാളുടെ മുഖം മനസ്സിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ടിരിക്കും. ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. ഞാനൊരു ചിത്രശലഭമായി മാറി പാറി നടക്കുന്നത്. ഈ ഭൂമിയിലൊന്നും ചെയ്യാൻ കഴിവില്ലാത്തൊരു ദൈവത്തിന് സ്വർഗത്തിൽ എന്ന് വാഴയ്ക്കാൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി 3 ഫുള്ളാണ് തന്തൂരി. നമസ്കാരം, ഞാൻ സാംസങ്. ഞാൻ നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് പറയാൻ വന്നതാണ്. നമ്മൾ പിന്നെ ലോകത്തിലെ നമ്പർ 1 കമ്പനിയായി മാറിയിരിക്കുകയാണ് ഗൈസ്. ആപ്പിളിനെ വെട്ടിച്ച് മന്ത്രത്താൽ പായുന്ന കുതിരയെ മാനിക്ക കയ്യാൽ തൊട ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം. ഇത് തന്നെയല്ലേ 2 ആഴ്ചയായിട്ട് ഞാൻ അതിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിനക്ക് സെറ്റ് ആവുള്ളത് അതിനകത്തേക്ക് പുട്ടടിക്കുക. ഞങ്ങൾക്ക് ഹോട്ടൽ പോളിസി ഇല്ല, മദ്യവത്തും ഇല്ല, മുതലാളി ശ്രീലങ്ക, നിനക്ക് അമ്മയുടെ റെപ്യൂട്ടേഷൻ വിടിയാ പോലീസിന്. அம்மா சாப்பிட்டு 10 நாளாச்சும்மா, 10 ரூபாய் தரமா கொடுமா. എനിക്ക് അവളോട് ഭയങ്കര പ്രേമമാണ്. ഞാൻ അവളോട് പറഞ്ഞു, അവൾ പറ്റൂല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഞാൻ സ്ഥലം വിട്ട്. ഇപ്പൊ നാളെ തെയ്യൊക്കെ അടിക്കുകയും ചെയ്യണം, ഔട്ട് ആവാനും പാടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ 10 എണ്ണം 7 എണ്ണത്തിൽ കൊള്ളും, 3 എണ്ണം ഔട്ടാവും. ഒരു സക്സസ് സിനിമയിൽ നിന്ന് നമുക്കൊന്നും പഠിക്കാനുണ്ടാവില്ല. ഒരു പരാജയപ്പെട്ട സിനിമയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യം പഠിക്കാം. പ്രതീക്ഷ ഉണ്ടായിരുന്നു, സിനിമയിൽ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ 2.5 വർഷത്തെ കാത്തിരിപ്പാണ്. അതിനുശേഷം ഇന്ത്യയിൽ കോവിഡ് വന്നു. അച്ഛൻ വീട്ടിൽ വരാമെന്ന് പറഞ്ഞാൽ അത് വീട്ടിലതൊരു ഫെസ്റ്റിവലാണ്. ഏതെങ്കിലും പാവട്ടൻ്റെ മേലെ കയ്യൊക്കൊള്ളും കുതിര കയറിയിട്ട് ചോദിക്കാൻ ചെന്നാൽ കയ്യൊക്കൊള്ളും പറയുന്ന സ്ഥിരം ഡയലോഗ് കിട്ടും. ഒരു വശത്ത് വലിയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് പറയുന്നു, ചിഹ്നം സംരക്ഷിക്കണം കേട്ടോ. പിന്നെ നിന്റെ മുഖം നോക്കിയ ഒരുമാതിരി വിശ്വാസം വരാത്ത പോലെ. നമ്മത്തേക്ക് നോക്കണ്ട. ഇത് നീ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഇനി പറയാൻ പോണത് വിശ്വസിക്കത്തേ ഇല്ല. അതുപോലും പെൺമൈനെ കൊതിക്കുന്നു ഞാൻ നിന്നെ. പ്രായമുണ്ട്. ഞാൻ ചിലപ്പോൾ പ്രാന്തനെ പോലെ അറിഞ്ഞിരിക്കും. രാത്രിക്ക് ഇന്ത്യ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾ എൻ്റെ രാവിലെ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ ഇന്ത്യ അന്വേഷിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇത് പറയാം, അയ്യോ സ്ഥലം വേണോ എടുത്തോ എന്നൊക്കെ പറയും. പക്ഷെ അതിൽ തുടക്കം മുതൽ അവസാനം വരെ പാരാച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. വെറുതെ നടന്നു പോകുമ്പോൾ റിമോട്ട് വലിച്ചെറിയ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചോറ് വാരിയെറിയ, റൂമിൽ നല്ലൊരു ഫോട്ടോ ഉണ്ടായി അത് ചുമ്മാ വലിച്ചു കയറുക. നിരുവേ നീ എന്നെ തന്തയൊന്നല്ലല്ലോ. മുകേഷ് കാഴ്ച കളിക്കാൻ പറ്റില്ല, വെള്ളം കുടിച്ചാൽ പറ്റില്ല, ഷട്ടി ഇടാവോ, ഇനി അതിൻ്റെ പാനം. എടാ മോനെ, ലൈസൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ എൻ്റെ ലൈസൻസ് അമ്മാൻ്റെ അടുത്തുണ്ട്, അത് വാങ്ങിച്ചു. അമ്മാനെ ഓഫാണോ? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ശ്രദ്ധിക്കുന്നുണ്ടാണോ? ഒരു കാര്യം പറയട്ടെ, നിൽക്കൊന്നും അറിയാൻ പാടില്ലാത്ത നിങ്ങൾ വിചാരിക്കേണ്ട അപ്പുറത്തെ കഴിവുണ്ട് അണ്ണൻ. എൻ്റെ രണ്ടാമത്തെ പേര് എൻ്റെ ജീവൻ നെയ്മാണ് രഞ്ജി. അത് ഞാൻ വെച്ചാലും ഇല്ലെങ്കിൽ ഞാൻ കേശവപ്പണിക്കരുടെ മകനാണ്. ഒരു അമ്മവേഷം ചെയ്യാൻ വേണ്ടി ഞാൻ എന്തോ ഒരു നടിമാരുടെ അടുത്ത് നിന്നത്. ആർക്കും ഈ അമ്മവേഷം ചെയ്യാൻ താല്പര്യമില്ല. പ്രതിസന്ധികളിൽ ഈ പറഞ്ഞതുപോലെ യോബിനെ ഞാൻ എൻ്റെ ഹീറോയിട്ട് എടുത്ത് അന്ന് പ്ലസിനും പറഞ്ഞു തന്നു, രാജു ഇത് നജീബിൻ്റെ കഥയാണ്, ഇത് മലയാളത്തിൻ്റെ കഥയാണ്, അത് മലയാളത്തിൽ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇതാണ് എടോ 2000 വർഷം കൂടി 2000 ഞാൻ വരാപ്പ.
കുട്ടേട്ടാ. സാറാ അവൻ്റെ വീട്ടിലെന്ത് പറയും ഞങ്ങള്? അവനില്ലാതെ എങ്ങനെയാണ് നാട്ടിൽ പോകും? അവൻ്റെ അമ്മയോട് ഞാൻ എന്ത് പറയും? If it was me, then go the sound walk right over me. I every day they don't notice me, but these guys, well, because Thomas Wayne will cry the one TV. But I got already cut it now, Sabadat short, traces Bulakitra Basagya. And we had one big camera in those days, so we had to go on for the ball. And as soon as the ball was bowled, he was the stumping. And then he found that the throw is going to the non-strikers. நான் என்னையா சொல்றது? நான் கெல்லட்டு பசங்க கொல்லவரை பிடிச்சி பிள்ளைகளை கல்லால் அடிச்சு கொண்டானுங்க. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. പിന്നെ അവരെങ്ങനെയാണ് പെരുമാറേണ്ടത്? അപമാനം ഭയന്നല്ല ഉള്ളിൽ ഒതുക്കി വിധി എന്ന് കരുതി സ്വയം ആശ്വസിച്ച് നിശബ്ദനായിരിക്കണമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? കാലം മാറി സാർ. പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അങ്ങനെയല്ല. இல்லை அப்படி இல்லை. நம்ம ஸ்கூல் படிக்கும் இந்த மாதிரி ட்ரெஸ் பண்ணி வெளியில் போறக்கவே முடியாது. நம்ம பேரண்ட்ஸ் தலையிலே கூட்டிருப்பாங்க. இப்போ நம்ம ஊரில் இதெல்லாம் நார்மல் ஆயிடுச்சுல்ல. உங்களுக்கு மேலே யாரும் இல்லை, யாரை பற்றி பயப்பட வேணாம். உங்களுக்கு ஈக்குவலாக யாரும் இல்லை, நீங்கள் தனி. ஏ தலைவ பாருடா என்ன பண்ணுவாண்டா, ஏ தலைவ வருவாண்டா, ஏ தலைவ அப்படிடா இப்படிடா எதுவுமே வேணாம். அன்பார்ந்த வாக்காளர் பெருமக்களை பார்த்து ஓட்டு போடுங்க. தயவு செஞ்சு சிந்திச்சு ஓட்டு போடுங்க. ஆனால் ஓட்டு போடுறது முக்கியம். விளையாட்டை பற்றி நினைப்பார், வெற்றியை பற்றி நினைப்பது இல்லை. பிரமாதமாக விளையாடணும், அப்படி மட்டும்தான் இது. அப்படி நினச்சோன்னா 3 பேர்லையுமே ஒருத்தரையும் முறையா புள்ளி பண்ண நினைச்சேன். ஆனா 3 பேரையும் சேர்த்த வச்ச மாதிரி ஒருத்தன் வச்சிருக்கான். 30 வருஷத்துக்கு முதல் தடவை ஒருத்தனை இவ்வளவு ஒத்து பார்க்குறான். ஃபுல் ஃபோர்ஸ் இருக்கு ஜான், தேடி கண்டுபிடிச்சிடலாம். பட் நீ இங்க இருக்கக்கூடாது. நீ இங்க இருக்கிறது உனக்கு தான் ஆபத்து. காசை வாங்கி வேலை பார்க்குறவங்கள கருணை கரிசி எல்லாம் பிரிஞ்சு இப்படி கடமைக்கு விடுத்த பாடி வேலை பார்க்க விடுத்த கூடி கிளம்பலாம். ரோலக்ஸ் அவ பேரு டில்லி. சிங்கம் வேட்டையாடும் போது காடை செழுப்பா இருக்குமா? அப்ப அது பசியோடு இருக்கும்போது ரோலக்ஸ் alright is alright. சாவி உருவதி நீ பெரிய நாமஜார் பண்ணு போ. நம்ம லக்கிய கிலோமீட்டர் போறோம்டா. ഈ മുണ്ടി വന്നിരിക്കടാ തുപ്രാ. ചൈത്രപാല വന്നതടാ. വാവ്! என்னுள்ள ഈ പഞ്ഞറൈ പോണ്ട യാർ മുടേ. ഈ മന്ത് കലബല ബലക്കു. നിന്നലൈ തൊറബൽ പുടു. ഈ മണ്ണിൽ കൊറു. ദാർവലർ ബാവേ. വാവ്! വാവ്! താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പം എൻ്റെ സൗണ്ട് തന്നെ മാറിപ്പോയല്ലേ? ഇത്രയും സൗണ്ട് എടുത്തപ്പോൾ തന്നെ നമ്മുടെ സൗണ്ട് തന്നെ മാറിപ്പോയിരിക്കുകയാണ്. എല്ലാവർക്കും ഇത് എൻജോയ് ചെയ്തോ? സ്പോട്ടപ്പിംഗ് എൻജോയ് ചെയ്തോ? താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഡെൻകെയർ ഡേയുടെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ സാധിച്ചു. അതിലൊരുപാട് സന്തോഷം. എല്ലാവർക്കും എൻ്റെ ഈ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു കൈയ്യടി തന്നിട്ട് ഇനി നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പെർഫോമൻസുകളൊക്കെ നടക്കട്ടെ. അടിച്ചു പൊളിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. എന്നെ ഈ പ്രോഗ്രാം വിളിച്ച ഡെൻകെയറിനും എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ഗംഭീരം. പെർഫെക്റ്റ്. താങ്ക് യു മഹേഷ് ഫോർ ദ വണ്ടർഫുൾ പെർഫോമൻസ്. മഹേഷ് കുഞ്ഞുമോന് ഔദ്യോഗികമായി നന്ദി പറയുന്നതിന് നമ്മുടെ എൽദോ സാറിനെ വിളിക്കുന്നു. നമ്മുടെ ആളുകളുടെ കല തീർച്ചയായിട്ടും ആസ്വാദ്യകരം തന്നെയായിരുന്നു. എങ്കിലും ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തപ്പോൾ ആരെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ നമുക്കൊന്ന് വിളിക്കണമെന്ന് ചിന്തിച്ചപ്പോൾ സംഘാടക കമ്മിറ്റി ഒന്നടങ്കം ഒരേപോലെ പറഞ്ഞൊരു പേരായിരുന്നു മഹേഷ് കുഞ്ഞുമോൻ. എന്തോ എല്ലാവർക്കും ഒരു വൈകാരികമായ അറ്റാച്ച്മെൻറ്റ് അദ്ദേഹത്തിനുണ്ടായത് അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ പല്ല് പോയതിനു ശേഷം ആ പല്ല് വെച്ച് ഒരാളായതുകൊണ്ടാണോ എന്ന് എനിക്കൊരു സംശയം തോന്നി. കാരണം നമ്മളെല്ലാം പല്ലുണ്ടാക്കുന്നവരാണ്. അതുകൊണ്ട് പല്ല് ആരെ കണ്ടാലും നമ്മൾ ആദ്യം നോക്കുന്നത് എങ്ങോട്ടാ? പല്ലിലേക്കാണ് തീർച്ചയായിട്ടും.
അത് ഒരു വീക്ക്നെസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഡെൻകെയറിൽ വന്നതിന് ശേഷം ഞാനും അങ്ങനെയാണ്. ആരെ കണ്ടാലും അവരുടെ പല്ലായിരിക്കും ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് വളരെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് നമ്മളെല്ലാം ചിരിയുടെ വേറൊരു ലോകത്തേക്ക് എത്തിച്ച പ്രിയപ്പെട്ട മിമിക്സ് ആർട്ടിസ്റ്റ് മഹേഷ് കുഞ്ഞുമോന് നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് നല്ലൊരു കയ്യടി, അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവിനുള്ളൊരു ആദരവ് അർപ്പിക്കാം. താങ്ക് യു സോ മച്ച്.